ഗൈസ്, +1 ബോട്ടണിയിൽ 9 ചാപ്റ്റർ ഉണ്ടെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഒരു കുട്ടി ആദ്യമായിട്ട് ബോട്ടണിയിലെ 9 ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ എങ്ങനെയാ പഠിക്കാന്ന് അറിയാമോ? ഒന്നെങ്കിൽ പുസ്തകം എടുക്കും, ഈ ടെക്സ്റ്റ് ബുക്കിന്റെ അതേ ഓർഡറിൽ പഠിക്കും. ബയോളജി ക്ലാസിഫിക്കേഷൻ ആദ്യം പഠിക്കും, പിന്നെ പ്ലാന്റ് കിങ്ഡം പഠിക്കും, പിന്നെ മോർഫോളജി, അനാട്ടമി, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, സെൽ സൈക്കിള്, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, പ്ലാന്റ് ഗ്രോത്ത്, ഇങ്ങനെ NCERT കൊടുത്ത അതേ ഓർഡറിൽ അങ്ങ് പഠിക്കും. അല്ലെങ്കിലോ ഇഷ്ടമുള്ള ചാപ്റ്റർ ആദ്യം പഠിക്കും, ഇഷ്ടമില്ലാത്തത് അവസാനം പഠിക്കും. ഈ രണ്ട് കേസും ഏറ്റവും വലിയ അബദ്ധങ്ങളാണ് എൻ്റെ അഭിപ്രായത്തിൽ. എങ്ങനെയാ സാറേ ബോട്ടണി നമ്മൾ പഠിക്കേണ്ടത്? അതിനാദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ മക്കളെ? വെയിറ്റേജ് കൂടിയ ചാപ്റ്ററിൽ നിന്ന് വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്ററിലേക്ക് വേണം നമ്മൾ സബ്ജക്റ്റുകൾ പഠിക്കാൻ. ഏതും എടുത്തോട്ടറ, വെയിറ്റേജ് കൂടിയ ചാപ്റ്ററിൽ നിന്ന് വെയിറ്റേജ് കുറഞ്ഞതിലേക്ക് നമ്മൾ വേണം പഠിക്കാൻ. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ എന്താ സാറേ പറയാൻ പോണത്? ബോട്ടണിയിലെ ഏതൊക്കെ ചാപ്റ്ററാണ് സാറേ വെയിറ്റേജ് കൂടിയവന്മാർ, ഏതൊക്കെയാ സാറേ വെയിറ്റേജ് കുറഞ്ഞവന്മാർ, ഇടയ്ക്ക് ഇരുന്നിരിക്കുന്ന ഇടവേളകൾ ആരൊക്കെ, അതാ നമ്മൾ പഠിക്കാൻ പോണത്. വെയിറ്റേജ് കൂടിയവന്മാർ ആരൊക്കെ, കുറഞ്ഞവന്മാർ ആരൊക്കെ, ഇടത്തരക്കാർ ആരൊക്കെ, ഈ ചാപ്റ്ററുകളെ കുറിച്ച് ഒരു ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പഠിക്കാം. അപ്പൊ കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ കൂടുതൽ മാർഗം കിട്ടും നമ്മൾ. ഓക്കെ, ശ്രദ്ധിച്ചോടാ. നമുക്ക് ചാപ്റ്റർ 9 ചാപ്റ്ററിന്റെ പേര് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. ഇത് 2023 മാർച്ചിൽ ചോദിച്ച മാർക്കുകൾ, ഇത് 2024 മെയിൻ എക്സാം മാർച്ചിൽ ചോദിച്ച മാർക്ക് ഓരോ ചാപ്റ്ററിനും, ഇത് 2024 മോഡൽ എക്സാമിന്റെ മാർക്കും കൂടെ ഞാൻ ഇൻവോൾവ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചോ. ബയോളജി ക്ലാസിഫിക്കേഷൻ കുറിച്ച് നോക്കുകയാണെങ്കിൽ 2023 4 മാർക്ക്, 2024 മെയിൻ എക്സാമിൽ 4 മാർക്ക്, മോഡൽ എക്സാമിലേക്ക് വന്നപ്പോൾ 2 മാർക്കായി കുറഞ്ഞു. ഈ ബയോളജി ക്ലാസിഫിക്കേഷൻ സംബന്ധിച്ച് വലിയൊരു ചാപ്റ്ററാ, പക്ഷെ കുഞ്ഞി മാർക്കിനെ ചോദിക്കുള്ളൂ. പണ്ട് മുതലുള്ള കാര്യമാണ്. വലിയ ചാപ്റ്റർ, കുറേ പഠിക്കാനുണ്ട്, പക്ഷെ ചോദിക്കുന്ന കുഞ്ഞി മാർഗ. ഓക്കെ, ഇത് പലർക്കും നല്ലപോലെ അറിയാവുന്ന ചാപ്റ്റർ. കാരണം എന്താ, 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടിയിട്ട് +1 വന്ന് പഠിക്കണമെന്ന ചൂടിൽ ടീച്ചർ പറയും മുമ്പേ യൂട്യൂബ് നോക്കി പഠിച്ചു വെച്ച ചാപ്റ്റർ ബയോളജി ക്ലാസിഫിക്കേഷൻ. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഈ ചാപ്റ്റർ അറിയാത്തവരാരും കാണില്ല എൻ്റെ അഭിപ്രായത്തിൽ. എന്തെങ്കിലും 9 ചാപ്റ്ററിന് ഏതെങ്കിലും ഒരു ചാപ്റ്ററിന് ഐഡിയ ഉണ്ടെന്ന് ചോദിച്ചാൽ പലരും പറയുന്നതായിരിക്കും ബയോളജി ക്ലാസിഫിക്കേഷൻ അറിയാം സാറേ, ഡയാറ്റമേഷ്യസ് എർത്ത് അറിയാം സാറേ, വൈറസും ലൈക്കനും ഒക്കെ അറിയാം സാറേ എന്നാ പറയാം. ഓക്കെ, അതാദ്യം പഠിക്കണം. ഓക്കെ, അത് ആദ്യത്തെ ചാപ്റ്ററാണ് മക്കളെ. എന്നാൽ പ്ലാൻ കിണ്ടത്തിലേക്ക് വരുമ്പോൾ 4, 4, 3. ഓക്കെ, 3 മാർക്ക്. പ്ലാൻ കിണ്ടത്തിലേക്ക് വരുമ്പോഴും എന്താ ഒരു 4 മാർക്കാണ് ചോദിക്കാറുള്ളത്. എപ്പോഴും 4 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. എന്നാൽ ഈ ചാപ്റ്റർ നോക്കടാ, മോർഫോളജി, അനാട്ടമി, സെൽ യൂണിറ്റ് ഓഫ് ലൈഫ്, സെൽ സൈക്കിൾ, പ്ലാൻ ഗ്രോത്ത്, ഈ 5 ചാപ്റ്ററുകളുടെ പ്രത്യേകത എന്താ അറിയാമോ? ഈ 5 ചാപ്റ്ററുകൾ ഒട്ടുമിക്ക പരീക്ഷകളിലും ചോദിക്കുന്നത് 4 മാർക്കിനാണ്. ഒരു വട്ടം മോർഫോളജി മാത്രം 2023 മെയിൻ എക്സാമിന് 5 മാർക്കിന് ചോദിച്ചു പോയിട്ടുണ്ട്. അല്ലാത്ത എല്ലാ ഒട്ടുമിക്ക എക്സാമിനും ഈ 5 ചാപ്റ്ററുകൾ എത്ര മാർക്കിനാണ് ചോദിക്കാറുള്ളത്? 4 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. എന്നാൽ നിങ്ങൾ കാത്തിരിക്കുന്ന, ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുക്കാറുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം പഠിക്കണമെന്ന് പറയുന്ന ചാപ്റ്റർ, അത് ഇവന്മാരാണ് മക്കളെ. ഈ വെയിറ്റേജ് പറയുമ്പം അത് ഇവന്മാർ കൊണ്ടുപോകും. കാരണം ഇവന്മാരുടെയാണ് വെയിറ്റേജ് മെയിൻ. ഫോട്ടോസിന്തസിസിന് 8 മാർക്കാണ് മെയിൻ വെയിറ്റേജ് വന്നത് 2024 മോഡൽ എക്സാമിന്. റെസ്പിറേഷന് 5 മാർക്കായി. എന്നാൽ 2024 മാർച്ചിലേക്ക് വാ, റെസ്പിറേഷൻ 4 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ. സോറി, ഫോട്ടോസിന്തസിസ് 4 മാർക്ക്, റെസ്പിറേഷൻ 7 മാർക്കിന് ചോദിച്ചു. നോക്ക്, 2024 മോഡലിന് ഫോട്ടോസിന്തസിസ് കൂടുതൽ മാർക്കിന് ചോദിച്ചു. 2024 മെയിൻ എക്സാമിന് റെസ്പിറേഷനാണ് കൂടുതൽ മാർക്കിന് ചോദിച്ചത്. 2023 മെയിനിനോ രണ്ടും ഈക്വൽ മാർക്ക്, 6 മാർക്ക്. ബഹുമാരങ്ങനെ ചില സമയം ഫോട്ടോസിന്തസിസ് കൂടുതൽ ക്വസ്റ്റ്യൻ വരും, ചില സമയം റെസ്പിറേഷൻ കൂടുതൽ ക്വസ്റ്റ്യൻ വരും. ഏതെങ്കിലും ഒന്നിന് ഒരു ക്വസ്റ്റ്യനുകൾ കൂടുതൽ ഉറപ്പാ. ചിലപ്പോൾ 2 ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യനുകൾ വരാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും, എപ്പോഴും ബോട്ടണി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം പഠിച്ചിട്ടുണ്ടാകേണ്ടത് ഈ ചാപ്റ്റർ ആയിരിക്കണം, ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും. ഈ 2 ചാപ്റ്ററുകൾ അറിയാതെ വേറൊരു ചാപ്റ്ററുകൾ, സാറേ ഈ 2 ചാപ്റ്റർ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് സെല്ല ഇഷ്ടം, സെൽ യൂണിറ്റ് ഓഫ് ലൈഫ്, എനിക്ക് ബയോളജി ക്ലാസിഫിക്കേഷൻ ഇഷ്ടം, ഞാൻ അത് പഠിച്ചോളാം സാറേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് മക്കളെ. നിങ്ങൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി സമയം ചെലവാക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് തുച്ഛമായ സ്കോറുകളാ. എന്നാൽ ഈ 2 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ ഏകദേശം 8, 5, 13, 10, 12 മാർക്കിങ് പോരും.
A+-നാകെ 26 മാർക്ക് മതി. അതിൽ പകുതിയോളം ഈ 2 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ ഇങ്ങനെ പോരും മക്കളെ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ സാർ? ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും സെറ്റാക്കുന്നു. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഈ 4 മാർക്കിൻ്റെ ചാപ്റ്ററുകൾ സെറ്റാക്കണം. അതിലും ഞാൻ പറയാം, ആദ്യം സെറ്റാക്കേണ്ടത് ഏതാണെന്ന് അറിയാമോടാ? ഇത് രണ്ടും സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടുത്ത സെറ്റാക്കേണ്ടത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, പിന്നെ സെൽ സൈക്കിൾ, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, സെൽ സൈക്കിള്, പിന്നെ പ്ലാൻ ഗ്രോത്ത് 3, പിന്നെ അനാട്ടമി 5, മോർഫോളജി. ഇത്രയും പഠിക്കണം. ആദ്യം ഇവന്മാരെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇവന്മാരെ പഠിക്കാതെ ഒരു ബോട്ടണി സ്റ്റുഡൻറ് ഉണ്ടാകാൻ പാടില്ല. ഈ 2 ചാപ്റ്റർ ആദ്യം അങ്ങ് പഠിക്കുന്നു. ഈ 2 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് എന്താ സാറേ ചെയ്യണ്ടേ? 4 മാർക്കിന്റെ ചോദിക്കുന്ന ചാപ്റ്ററിലേക്ക് പോവാ. അതിൽ നിങ്ങൾക്ക് ആദ്യം സെല്ല്, സെൽ സൈക്കിള്, പ്ലാൻ ഗ്രോത്ത്, അനാട്ടമി, മോർഫോളജി ആ ഓർഡറിൽ പഠിക്കാം. 4 മാർക്കിന്റെ ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ പഠിച്ചാൽ മതി കേട്ടോ. പക്ഷെ പഠിച്ചിരിക്കണം കേട്ടോ. പലർക്കും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഏത്? പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡം ബുദ്ധിമുട്ടുള്ള, ഭയങ്കരമായിട്ട് അത്യാവശ്യം വായിക്കാനും കൺഫ്യൂസിങ്ങുമായിട്ടുള്ളൊരു പാഠമാണ്. അത് കഴിഞ്ഞ എക്സാമുകളിൽ 3-4 മാർക്കിനൊക്കെയാണ് ചോദിക്കാറുള്ളത്. പ്ലാൻ കിങ്ഡം ഞാൻ പല കുട്ടികളും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ കഴിഞ്ഞാൽ പിന്നെ പ്ലാൻ കിങ്ഡത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന്. കാരണം കുറഞ്ഞ മാർക്കാ ചോദിക്കുന്നെങ്കിൽ പോലും ഈ ചിലപ്പോൾ 4-3 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുക. പക്ഷെ ആ ചോദിക്കുന്ന കണ്ടന്റ് ഓർത്ത് വെക്കാൻ ഭയങ്കര പാടാ പ്ലാൻ കിങ്ഡം. അത്യാവശ്യം കൺഫ്യൂസിങ്ങുമാണ്, അത്യാവശ്യം വാസ്റ്റ് വലുതായിട്ട് പഠിക്കാനുമുണ്ട്. കമ്പയർ ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്ററാണ് പ്ലാൻ കിങ്ഡം. ഓക്കെ അല്ലേ മക്കളെ? അപ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഫോട്ടോസിന്തസിസ് പിന്നെ റെസ്പിറേഷൻ പഠിക്കുക. പിന്നെ ഏതാ സാറേ പഠിക്കേണ്ടത്? സെല്ല്, സെൽ സൈക്കിള്, പ്ലാൻ ഗ്രോത്ത്, അനാട്ടമി, മോർഫോളജി പഠിക്കുക. ഇനി അവസാനം സമയമുണ്ട്. മോഡൽ എക്സാമിന് മുമ്പ് സമയം എന്തായാലും കിട്ടുള്ളൂ, ഉറപ്പാണ്. മാർച്ച് നിങ്ങളുടെ ഫസ്റ്റ് എക്സാം എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ മാർച്ച് എക്സാമിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എന്തായാലും ഈ 2 ചാപ്റ്ററും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ബോട്ടണി സെറ്റാവും. ഓക്കെ, പറഞ്ഞ മനസ്സിലായല്ലോ? ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ പഠിക്കുക, 4 മാർക്കിൻ്റെ ചാപ്റ്റർ പഠിക്കുക, പ്ലാൻ കിങ്ഡം, ബയോളജി ക്ലാസിഫിക്കേഷനും പഠിക്കുക. പ്ലാൻ കിങ്ഡം എപ്പോഴും ഞാൻ പഠിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? വലിയ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ അല്ലെങ്കിൽ പോലും പഠിച്ചു വെച്ച കാര്യങ്ങൾ വേഗം മറക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് വേഗം ഞാൻ ഓർക്കാൻ വേണ്ടിയാണ് വീണ്ടും ഞാൻ പഠിക്കാൻ പറയല്. ഓക്കെ ഗൈസ്, അപ്പോൾ പഠിക്കും എന്തു ചെയ്യണം സാറേ? വെയിറ്റേജ് നോക്കി പഠിക്കണം. നമ്മൾ ഓർഡറിൽ പഠിക്കാൻ നിന്നാൽ എന്താ പ്രശ്നം? ഈ ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും ഒക്കെ ലാസ്റ്റ് വരുന്ന ചാപ്റ്ററാണ്. ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിക്കൊള്ളണമെന്നില്ലാതെ തീർക്കാൻ. എന്നാൽ വെയിറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിലോ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുകൾ ആദ്യം തീർക്കാം, പിന്നെ ലെസ് ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററുകളൊക്കെ നോക്കാം. ഓക്കെ, ഓർഡറിൽ NCERTൻ്റെ അതേ ഓർഡറിൽ പഠിച്ചു പോയാൽ നമുക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ തീർക്കാൻ സമയമേ കിട്ടില്ല. ഇനി ഞാൻ ഒറ്റ ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മെസ്സേജ് അയച്ച് പറഞ്ഞ, സാർ 9 ചാപ്റ്ററിൽ ഞാനിപ്പം 6 ചാപ്റ്റർ പഠിച്ചു വെച്ചിട്ടുണ്ട്. 3 ചാപ്റ്റർ എനിക്ക് ഒരു ഐഡിയയുമില്ല. ഞാനിത് ഈ മോഡൽ എക്സാം കഴിഞ്ഞ് സെറ്റാക്കിയാൽ മതിയോ എന്ന് എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി. എനിക്ക് ഓർമ്മയില്ല, ഏതൊരു കമൻറ്റിൽ കണ്ടതാ. എനിക്ക് മക്കളെ, നിങ്ങൾക്ക് എത്ര ടൈം, നിങ്ങൾക്ക് ബോട്ടണി എത്ര ചാപ്റ്റർ തീർക്കാനാണോ? 4 ചാപ്റ്റർ സാറേ തീർക്കാൻ എനിക്ക് ഇപ്പം ടൈമുള്ളൂ. ആ 4 ചാപ്റ്റർ തീർക്കാൻ ടൈമുണ്ട്. നിങ്ങൾ എങ്ങനെ തീർക്കണം? ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ പഠിക്കുക, സെല്ലും സെൽ സൈക്കിളും പഠിക്കുക. 6 ചാപ്റ്റർ പഠിക്കാൻ സമയം ഉണ്ടെങ്കിലോ ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷന്, പിന്നെ സെല്ല്, സെൽ സൈക്കിള്, പ്ലാൻ ഗ്രോത്ത്, അനാട്ടമി പഠിക്കുക. ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഇപ്പം ടൈം ഉണ്ടെങ്കിൽ ഈ 9 ചാപ്റ്ററുകളിൽ ഞാൻ ഈ പറഞ്ഞ ഈ 2 ചാപ്റ്ററുകളും 4 മാർക്കിൻ്റെ ചാപ്റ്ററുകളും ചേർത്ത് 7 ചാപ്റ്ററുകൾ സെറ്റാക്കി വെക്കുക. മോഡൽ എക്സാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഈ 2 ചാപ്റ്ററുകളും നോക്കുക. ഈ 2 ചാപ്റ്റർ എന്തായാലും നോക്കണം. പക്ഷേ സമയമില്ലെങ്കിൽ ഇത് മോഡൽ എക്സാമിന് മുമ്പ് നോക്കാൻ നിൽക്കണ്ട, മോഡൽ എക്സാമിന് ശേഷം നോക്കുക. ഓക്കെ ഗൈസ്, ഇത്രയും ചാപ്റ്ററിൽ എൻ്റെ പൊന്നുമക്കളെ നിങ്ങളൊരു കാര്യം കൂടെ പറയണം. സാർ ലൈവുകളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്, കുറേ ലൈവ് എടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, നിങ്ങളെ ടഫാക്കുന്ന ചാപ്റ്റർ ഏതാണോ മക്കളെ, അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ആ ചാപ്റ്ററിന് ഷുവറായിട്ടും ഞാൻ ലൈവ് എടുത്ത് തരും മക്കളെ. ഈ 9 ചാപ്റ്ററുകളിൽ നിങ്ങളെ ടഫാക്കുന്ന, നിങ്ങൾക്ക് ഏറ്റവും കുഴപ്പിക്കുന്ന ചാപ്റ്റർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഏത് ചാപ്റ്ററാണോ എല്ലാവരും കൂടുതൽ പറയുന്നത് ആ ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് എടുക്കാം. എല്ലാം ലൈവ് എടുക്കാം. ആദ്യം നമുക്ക് കൂടുതൽ പറയുന്ന ചാപ്റ്റർ എന്ത് ചെയ്യാം മക്കളെ, ലൈവ് എടുക്കാം. ഓക്കെ, അപ്പം നല്ല പോലെ പഠിച്ചോടാ. വെയിറ്റേജ് അനുസരിച്ച് സ്മാർട്ടായിട്ട് പഠിച്ചോ മക്കളെ. നല്ല പോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പഠിച്ചോൻ എന്താ പറയുക, ദൈവം കൈവിടില്ല എന്നൊക്കെ പറയില്ലേ. നല്ല പോലെ കഷ്ടപ്പെട്ടോടാ, നല്ല മാർക്ക് എവിടുന്നാലും നമുക്ക് നല്ല പോലെ കിട്ടും മക്കളെ. ഉഷാറായിട്ട് പഠിക്കാം മക്കളെ. എജുപോർട്ട് ഉണ്ടാ കൂടെ, ഞങ്ങളുണ്ടാ കൂടെ, ഞാനുണ്ടാ കൂടെ, അടിച്ചു പൊളിച്ച് പഠിക്കും മക്കളെ.